നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ED റെയ്ഡിൽ മൗനം വെടിഞ്ഞ മുഖ്യമന്ത്രി VD സതീശൻ. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണിതെന്നും സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമില്ല. കോടതി അനുവദിച്ച കേസിൽ അന്വേഷണം തടയില്ലെന്നും മുഖ്യമന്ത്രി. UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ. പുതുയുഗ കേരളത്തിനുള്ള പരിശ്രമം നടത്തും. വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസത്തെ ആർത്തവ അവധി നൽകും. എല്ലാ ജില്ലകളിലും ആവശ്യത്തിന് +1 സീറ്റ് അനുവദിക്കുമെന്നും ഗവർണറുടെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. ചാവക്കാട് പുത്തൻകടപ്പുറത്ത് യുവാവിന് മർദ്ദനമേറ്റു. അരയച്ചൻ നിമിലിനാണ് മർദ്ദനമേറ്റത്. വീട്ടിലെ മാലിന്യങ്ങൾ തള്ളുന്നതുമായുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണം. കൊരട്ടിക്കരയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ കൊരട്ടിക്കര ജുമാ മസ്ജിദ് സമീപമായിരുന്നു അപകടം. വാർത്തകൾ വിശദമായി. ED റെയ്ഡിൽ മൗനം വെടിഞ്ഞ് മുഖ്യമന്ത്രി VD സതീശൻ. എപ്പോൾ മറുപടി പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും തരണമെന്നും ഒളിച്ചോടുന്ന ആളല്ല താനല്ലെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മോദിയെ കണ്ടതിന് പിന്നാലെയാണ് ED റെയ്ഡ് നടന്നതെന്ന് ആരോപണം പരിഹസിച്ച് തള്ളുകയും ചെയ്തു. ED റെയ്ഡിൽ എല്ലായിടത്തും വെച്ച് തന്നെ ചോദ്യം ചെയ്തു. ഇതിനിടെ മുഖത്ത് മൈക്ക് വന്ന് അടിക്കുകയും ചെയ്തു. താൻ ഒളിച്ചോടുന്ന ആളല്ല, മറുപടി എപ്പോൾ പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും തരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണിതെന്നും സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്വവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ED റെയ്ഡ് നടത്തുന്നത് സംബന്ധിച്ച് പോലീസിനെ അറിയിച്ചിരുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ക്രമസമാധാന ലംഘനമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നും VD സതീശൻ പറഞ്ഞു. 4 കൊല്ലം മുമ്പുണ്ടായ കേസാണ്. ED ആ സമയത്ത് ഒന്നും ചെയ്തില്ല. അതിൽ പരാതിപ്പെട്ടവരാണ് UDF. രാഹുൽ ഗാന്ധിയെ കുറ്റം പറയുകയാണ് പിണറായി വിജയൻ ചെയ്തത്. രാഷ്ട്രീയ പ്രേരിതമായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പ്രതിരോധിച്ചത്. അന്വേഷണം നടത്തിയതിനെ വിമർശിക്കില്ലെന്നും കോടതി അനുവദിച്ച കേസിൽ അന്വേഷണം തടയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതൊരു കേസ് ഓൾറെഡി കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവർ നടപടികൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇതിൻ്റെ അകത്ത് എന്ത് റോളാണ്? ഞങ്ങളെ അറിയിച്ചിട്ട് പോലുമില്ല, പോലീസിനെ അറിയിച്ചിട്ടില്ല. അവരവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ നേരത്ത് പോലീസിനെ അറിയിച്ചിട്ടില്ല. ചെയ്ത എന്താണ്? ആഭ്യന്തര വകുപ്പ് ചെയ്ത് ഞാൻ ആഭ്യന്തരമന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹമാണ് അവിടെ ആൾക്കൂട്ടം കൂടുന്നത് കണ്ടിട്ട് അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകരുത് എന്ന് കരുതി കുറേ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞു. ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആളുകളെ, സ്ത്രീകൾ ഉള്ള ആളുകളെ ഒരു സംഘം ക്രിമിനലുകളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു സംഘം ആക്രമിച്ച കാർ തല്ലിപ്പൊളിക്കുന്നു, അതിനകത്തുള്ളവരെ മർദ്ദിക്കുന്നു. അത് ക്രമസമാധാന ലംഘനമാണ്, ഒഫൻസാണ്. അത് ഒരു കാരണവശാലും അനുവദിക്കില്ല. UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ. യുവാക്കളിലെ തൊഴിലില്ലായ്മ നിരക്കിലുള്ള ആശങ്കയാണ് ആദ്യം പരാമർശിച്ചത്. പുതുയുഗ കേരളത്തിനുള്ള പരിശ്രമം നടത്തും. അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കും. ഉദ്യോഗസ്ഥ തലത്തിൽ ക്രിയാത്മകതയും കാര്യക്ഷമതയും ഉറപ്പാക്കും. മതനിരപേക്ഷതയ്ക്ക് മുൻതൂക്കം നൽകും. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കും. സാമ്പത്തിക സ്ഥിതിയിൽ ജനങ്ങൾക്ക് വ്യക്തമായ ചിത്രം നൽകും. വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസത്തെ ആർത്തവ അവധി നൽകും. ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിന്റെ ആസ്ഥാനങ്ങളാക്കും. എല്ലാ ജില്ലകളിലും ആവശ്യത്തിന് +1 സീറ്റ് അനുവദിക്കുമെന്നും ഗവർണറുടെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. സേവന മേഖലയിൽ നിന്ന് പിന്മാറില്ല. കേന്ദ്ര സർക്കാരുമായി പരമാവധി സഹകരിക്കും. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി മുന്നോട്ടു പോകും. ഇതിലെ പ്രധാന ഗ്യാരണ്ടിയായ വയോജന വകുപ്പ് സംസ്ഥാനത്ത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനിച്ചു. റോഡ്, ജല, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ബന്ധിപ്പിച്ച് ബൃഹത് പദ്ധതി തയ്യാറാക്കും. മനുഷ്യ മൃഗ സംഘർഷ മേഖലയിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കും. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കും. വനിതാ കർഷകരുടെ കൺസോർഷ്യം ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാക്കും. മണ്ണ് പരിശോധനയ്ക്ക് ശാസ്ത്രീയ സംവിധാനം കൊണ്ടുവരും. സുഗന്ധ വ്യഞ്ജന പാർക്കുകളും പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതി നടപ്പാക്കുമെന്നും പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഗുരുവായൂർ നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് കൗൺസിലിൽ ബഹളത്തെ തുടർന്ന് അജണ്ടകളെല്ലാം പാസാക്കിയതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ കൗൺസിൽ പിരിച്ചുവിട്ടു. പ്രതിപക്ഷത്തെ KM മെഹറൂഫ് അവതാരകനായി ജോയിച്ചറിയാനാണ് പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ബസ് സ്റ്റാൻഡ് നിർമ്മാണ സ്തംഭനം, GUP സ്കൂളിലെ അപകടസ്ഥിതി, കുട്ടികളുടെ പാർക്ക് പൂട്ടിയിട്ടത്,
ആയുർവേദാശുപത്രിയുടെ ശോചനീയാവസ്ഥ, തെരുവുനായ, കാട്ടുപന്നി ശല്യം, മഴക്കാല ശുചീകരണത്തിലെ വീഴ്ച എന്നിവയാണ് പ്രമേയത്തിലുണ്ടായിരുന്നത്. ഉന്നയിക്കുന്ന പല വിഷയങ്ങളും അജണ്ടയിലുള്ളതിനാൽ അടിയന്തര പ്രമേയം അനുവദിക്കാനാവില്ലെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ഇതോടെ പ്രതിപക്ഷം പോസ്റ്ററുകളും സ്തംഭനാവസ്ഥയിലുള്ള പദ്ധതികളുടെ ചിത്രങ്ങളുമായി എഴുന്നേറ്റ് ബഹളം തുടങ്ങി. ഭരണപക്ഷാംഗങ്ങളും ഇതോടൊപ്പം എഴുന്നേറ്റതോടെ ബഹളം കൂടി. ഇതോടെ അജണ്ടകളെല്ലാം പാസാക്കിയതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ കൗൺസിൽ പിരിച്ചുവിടുകയായിരുന്നു. ചെയർപേഴ്സണും ഭരണപക്ഷാംഗങ്ങളും കൗൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. തൊട്ടുപിന്നാലെ UDF അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി. നഗരസഭാ ഓഫീസിന് മുമ്പിൽ വിശദീകരണ യോഗവും നടന്നു. ഗുരുവായൂർ നഗരസഭയിലെ ഗുരുതരമായ വികസന മുരടിപ്പും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ ഭരണപക്ഷം ഒളിച്ചോടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് ആരോപിച്ചു. കൗൺസിൽ യോഗത്തിന് ശേഷം നടത്തിയ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബസ് സ്റ്റാൻഡ് നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ്. അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ GUP സ്കൂളിന് മുന്നിലെ വലിയ കുഴിയും മൺകൂനയും അപകടാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. സ്കൂൾ ഗ്രൗണ്ട് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാതെ സ്വകാര്യ വ്യക്തികൾക്ക് ഉപയോഗിക്കാൻ നൽകുന്നത് അവസാനിപ്പിക്കണം. അപകടങ്ങൾ പതിവായതിനെ തുടർന്ന് പൂട്ടിയിട്ടിരിക്കുന്ന കുട്ടികളുടെ പാർക്ക് ഉടൻ അറ്റകുറ്റപ്പണികൾ തീർത്ത് തുറന്നു നൽകാൻ നഗരസഭ തയ്യാറാകണം. 8 വർഷം മുൻപ് അപകടാവസ്ഥയിലായതിനാൽ പൊളിച്ചു നീക്കാൻ നഗരസഭ തന്നെ ആവശ്യപ്പെട്ട കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിക്ക് പുതിയ സൗകര്യം ഒരുക്കണം. തെരുവുനായ ആക്രമണങ്ങളും പന്നിശല്യവും പരിഹരിക്കണം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടത്തണം. ഇക്കാര്യങ്ങളാണ് അടിയന്തര പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനെല്ലാം മറുപടി പറയാൻ കഴിയാതെ വന്നപ്പോഴാണ് കൗൺസിൽ പിരിച്ചുവിട്ടത്. യാതൊരു കാരണവശാലും ഇത് അംഗീകരിക്കാനാവില്ലെന്നും ശക്തമായ സമരപരിപാടിയുമായി നേരിടുമെന്നും ബഷീർ പൂക്കോട് പറഞ്ഞു. ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ, ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു തരത്തിൽ അതിന് അനുവദിക്കാതെ ഇത് കൗൺസിൽ പിരിച്ചുവിടുകയാണ് ചെയ്തത്. ഇത് പരിഹരിക്കാതെ ഇത് മുന്നോട്ട് പോകാൻ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ UDF അനുവദിക്കില്ല. ഈ ജനങ്ങളുടെ പരിഹരിക്കപ്പെടേണ്ടതായ വിഷയത്തിൽ നഗരസഭയുടെ എല്ലാ വിഷയങ്ങളിലും മുൻപതിയിരുന്നതുകൊണ്ട് UDF സമരം ചെയ്യുമെന്ന് ഇതൊരു സമര പ്രഖ്യാപന ദിവസമായി ഈ ദിവസത്തെ കാണുന്നു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നഗരസഭയുടെ മുന്നിൽ വലിയ പ്രക്ഷോഭം UDFന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് നഗരസഭ കാണേണ്ടി വരും. നിങ്ങൾ എത്ര ദിവസം ഒളിച്ചോടും, എത്ര ദിവസം മറുപടി പറയാതിരിക്കും, എത്ര ദിവസം ഇതുപോലെ മാറി നിൽക്കും? നമുക്ക് കാണേണ്ടത് ഞങ്ങൾ വരുന്നത് ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച കൗൺസിലർമാരാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട്. ഞങ്ങൾ പറയുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാതെ ഈ ഒളിച്ചോടുന്ന പ്രവൃത്തി നഗരസഭ അവസാനിപ്പിക്കണം. പ്രതിപക്ഷ കൗൺസിലർമാരായ ആൻഡോ തോമസ്, ജലീൽ പണിക്ക് വീട്ടിൽ, നൌഷാദ് അഹമു, ബിന്ദു നാരായണൻ, പ്രിയ രാജേന്ദ്രൻ തുടങ്ങിയവരും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് അവർ സമരം നടത്തുന്നതെന്നും ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അറിയിച്ചു. കൗൺസിലിലെ 20-21 അജണ്ടകൾ ബസ് സ്റ്റാൻഡിനെ കുറിച്ചുള്ളതാണെന്നും ആ സമയത്ത് അത് ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചിട്ടും പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് മുമ്പ് അനുമതി ലഭിച്ച എസ്റ്റിമേറ്റിൽ ഫയർ സേഫ്റ്റി സംവിധാനങ്ങൾ ഉൾപ്പെട്ടിരുന്നില്ല. ഇതൊരു സാങ്കേതിക വിഷയമായതിനാൽ ഫയർ സേഫ്റ്റി കൂടി ഉൾപ്പെടുത്തി പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരികയാണ്. ഇതിന് അനുമതി ലഭിച്ചാലുടൻ പണി പുനരാരംഭിക്കും. 2024 ഫെബ്രുവരി 2-നാണ് സൈറ്റ് കൈമാറിയത്. 2 വർഷത്തിനുള്ളിൽ പകുതിയിലേറെ പണി തീർക്കാനായിട്ടുണ്ട്. കേരള ബാങ്കിൽ നിന്നുള്ള ലോണും കേന്ദ്ര ഫണ്ടും ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പകുതിയിലേറെ പണി ബസ് സ്റ്റാൻഡിന്റെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പണിയെല്ലാം കഴിഞ്ഞാല് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ബസ് സ്റ്റാൻഡ് ആയിരിക്കും നമ്മളെ ബസ് സ്റ്റാൻഡ്. അപ്പൊ ഇവിടെ ചില രാഷ്ട്രീയ കക്ഷി നേതാക്കള് സമരങ്ങളൊക്കെ ചെയ്യണത് അവരുടെ രാഷ്ട്രീയ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് അവർ കാണിക്കുന്നത്. പിന്നെ അവര് ഇവിടെ ഉണ്ട്, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അവരൊന്ന് ഇടയ്ക്കൊന്ന് ആളുകളെ കാണിപ്പിക്കണമല്ലോ. അതിന്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെ ചില സമരങ്ങൾ നടത്തുന്നത്. പിന്നെ ബസ് സ്റ്റാൻഡിന്റെ ഇതിലൊരു ആശങ്ക ഞങ്ങൾക്കില്ല, കാരണം ഞങ്ങൾക്ക് അതൊരു
സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്നുള്ളത് ഞങ്ങൾക്കൊരു എന്താ പറയാ ഉത്തമ ഉറപ്പുണ്ട്. തീർത്ഥാടന നഗരിയായ ഗുരുവായൂരിന്റെ വികസനത്തിനായി നിലവിലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ പിന്തുണയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ കഴിഞ്ഞ സർക്കാർ ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്രാവശ്യത്തെ നമുക്കറിയാം, ഇത് ഗുരുവായൂര് പ്രദേശവാസികളെ മാത്രമല്ല ബാധിക്കുക, തീർത്ഥാടന നഗരിയാണ് ഗുരുവായൂര്. ഇവിടെ വരുന്ന തീർത്ഥാടകരുടെയും ഒരു വലിയ ആഗ്രഹമായിരിക്കും ഗുരുവായൂരിന്റെ വികസനം. അപ്പോ ആ വികസനത്തിന് ഇപ്പൊ വന്നുള്ള സർക്കാരിന്റെ ഭാഗത്തുനിന്നും സഹായം ലഭ്യമാകുന്ന പ്രതീക്ഷയാണുള്ളത്. ബാങ്കിന്റെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് കുട്ടികളുടെ പാർക്ക് നവീകരിക്കുന്നത്. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റവും ഇലക്ഷനും കാരണമാണ് ഫണ്ട് ലഭിക്കാൻ വൈകിയത്. ഇപ്പോൾ ഫണ്ട് പാസ്സാവുകയും കളി ഉപകരണങ്ങൾക്കായി എസ്റ്റിമേറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ ഗ്രൗണ്ടിന്റെ കാര്യം നിയമപ്രകാരം പരിശോധിച്ച് നല്ല രീതിയിൽ തീർപ്പാക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ചാവക്കാട് പുത്തൻ കടപ്പുറത്ത് യുവാവിന് മർദ്ദനമേറ്റു. ഫിഷറീസ് കോളനിക്ക് കിഴക്കുഭാഗം താമസിക്കുന്ന അറിയച്ചൻ നിമിലിനാണ് മർദ്ദനമേറ്റത്. വീടിനടുത്ത് താമസിക്കുന്ന ബന്ധുക്കളായ പിതൃ സഹോദരൻ അറിയച്ചൻ തിലകൻ, അയാളുടെ മക്കളായ അഭിജിത്ത്, അഭിനവ് എന്നിവരാണ് മാരക ആയുധങ്ങളുമായി നിമിലിനെ ആക്രമിച്ചതെന്ന് പറയുന്നു. വീട്ടിലെ മാലിന്യങ്ങൾ വീടിനടുത്ത് തള്ളുന്നതുമായുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണം. ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള മർദ്ദനത്തിൽ നിമിലിന്റെ തലയ്ക്കും ശരീരത്തിലും സാരമായി പരിക്കുണ്ട്. നിമിലിനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ മർദ്ദിച്ചവരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊരട്ടിക്കരയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ കൊരട്ടിക്കര ജുമാ മസ്ജിദിന് സമീപമായിരുന്നു അപകടം. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ വലതുവശത്തേക്ക് തിരിക്കുന്നതിനിടയിൽ പിറകിൽ വന്നിരുന്ന ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ചങ്ങരകുളം മാന്തടം സ്വദേശികളായ 3 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ആദ്യം പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. അപകടത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തെക്കൻ മധ്യ കേരളത്തിൽ പരക്കെ മഴയുണ്ടാകുമെന്നും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2 ദിവസത്തിനകം കാലവർഷം ലക്ഷദ്വീപിലെത്താൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. പിണറായി വിജയന്റെ വീട്ടിൽ ED നടത്തിയ റെയ്ഡിൽ പ്രതിഷേധിച്ച് CPIM സംഘടിപ്പിച്ച പ്രകടനത്തിൽ കോൺഗ്രസിന്റെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചതിനെതിരെ കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ചൂണ്ടൽ സെന്റർ ചുറ്റിയ പ്രതിഷേധ പ്രകടനം ഗോൾഡൻ പാലസ് ഓഡിറ്റോറിയത്തിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ആന്റോ പോൾ, P ബാലചന്ദ്രൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. നേതാക്കളായ I വേണുഗോപാൽ, ഫ്രാൻസിസ് ചൂണ്ടൽ, ജോയ് കേച്ചേരി, ജോസഫ് തലക്കോട്ടുകര തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം നടന്ന ED റെയ്ഡിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യമർപ്പിച്ച് സ്ഥാപിച്ച പ്രചരണ ബോർഡുകൾ ഉൾപ്പെടെ CPIM പ്രവർത്തകർ നശിപ്പിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടോ എന്ന മുദ്രാവാക്യമുയർത്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇന്നലകളില്ലാത്തതുപോലെ RSSനെയും BJPയെയും CPM എന്തിനാണ് പേടിക്കുന്നത്? ആരാണ് ഇതിലെ അഴിമതിക്കാരൻ? 2 പേരാണ് വന്നിരിക്കുന്നത്. ഒന്ന് തായ്ക്കണ്ടി വീണ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകളും മറ്റൊന്ന് കരിമണൽ കമ്പനിയുടെ MD-ആയ കരിമണൽ കർത്ത എന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ സമൂഹം വിളിക്കുന്ന ശശിധരൻ കർത്ത. ആരാണ് ശശിധരൻ കർത്ത? ശശിധരൻ കർത്തയുടെ ബന്ധം അന്വേഷിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ, അത് ആലുവയിലും അതുപോലെ തിരുവനന്തപുരത്തും ഒതുങ്ങില്ല, അത് ചൂണ്ടലിലും മണലൂരും എത്തിച്ചേരുകയാണ്. നരണിപ്പുഴ കുമ്മിപ്പാലം കോൾപ്പടവിന് പുതുതായി ലഭിച്ച പമ്പ് സെറ്റ് പ്രവർത്തന ഉദ്ഘാടനം നടന്നു. പൊന്നാനി MLA KP നൌഷാദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് റമീന ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ബബിത നൌഫൽ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ മജീദ് പാടിയോടത്ത്, അബൂബക്കർ, ADA പെരുമ്പടപ്പ് വിനയൻ, വെളിയങ്കോട് കൃഷി ഓഫീസർ സഫ്ന, കോൾപ്പടവ് പ്രസിഡന്റ് T രാഘവൻ, സെക്രട്ടറി സുരേഷ് പാട്ടത്തിൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടിൽ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു.
പണ്ട് ഗാന്ധിജി പറഞ്ഞതുപോലെ വാട്ടർ വാട്ടർ എവരിവെയർ നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക് എനിവെയർ എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ വെള്ളം സർവത്രയാണ്. അത് കൃത്യമായ ഒരു ജലസേചന മാർഗങ്ങളിലൂടെ കൃഷിക്ക് ഉപയുക്തമാക്കുന്ന കാര്യത്തില് വലിയ ഇടപെടലുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും പലതും ഫലപ്രാപ്തിയിലെത്താതെ പോയതിന്റെ ഇപ്പോഴും അപര്യാപ്തതകൾ അവശേഷിക്കുന്നതിന്റെ ഒരുപാട് ആവലാതികൾ നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ട്. നമ്മളൊരു ലക്ഷ്യം കൃത്യമായിട്ട് നിറവേറ്റാൻ പറ്റും. അത്തരത്തിലൊക്കെയുള്ള വിപുലമായ ആലോചനകളും നീക്കങ്ങളും ഒക്കെ വരുന്ന ആളുകളിൽ നമുക്കൊക്കെ കൂട്ടായിട്ട് നടത്തേണ്ടതുണ്ട്. ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിന് ഗുരുവായൂർ പൂക്കോട് സാംസ്കാരിക കായിക സമുച്ചയത്തിൽ തുടക്കമായി. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി അനൂപ് അധ്യക്ഷത വഹിച്ചു. കളരിയിൽ വിവിധ നേട്ടങ്ങൾ കൈവരിച്ച KP കൃഷ്ണദാസ് ഗുരുക്കൾ, സമീർ ഗുരുക്കൾ, വിജയൻ ഗുരുക്കൾ, വേദനാഥ് കൂനത്ത് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. KP കൃഷ്ണദാസ് ഗുരുക്കൾ, EG സത്യപ്രകാശ് ഗുരുക്കൾ, KV സുരേഷ് ബാബു, KG രഘുനാഥ് പണിക്കർ, വി വേണുഗോപാലൻ ഗുരുക്കൾ, KP ദിനേശൻ ഗുരുക്കൾ എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം 350ഓളം പേരാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് സമാപിക്കും. പുന്നൂർകുളം പഞ്ചായത്ത് 6ാം വാർഡ് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തു. 75 കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ നോട്ട് ബുക്കുകളാണ് വിതരണം ചെയ്തത്. അൻസാർ കോളേജിൽ നടന്ന ചടങ്ങിൽ പുന്നൂർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ നദീറ ഷെരീഫ്, ബ്ലോക്ക് മെമ്പർ അബൂബക്കർ കുന്നംകാട്ടയിൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PP ബാബു, 6ാം വാർഡിലെ UDF പാർട്ടി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ബാലവേദി കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ചിത്രകലാ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. CV ശ്രീരാമൻ സ്മാരക ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പ് CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു. വരയും വർത്തമാനവും എന്ന് പേരിട്ടിരിക്കുന്ന ക്യാമ്പിൽ ചിത്രകലാ അധ്യാപകൻ ബാലൻ മാസ്റ്റർ ചാലിശ്ശേരി ചിത്രകലയിൽ ക്ലാസുകൾ നയിച്ചു. ബാലവേദി ജില്ലാ ചെയർമാൻ ഷാജി കാക്കശ്ശേരി കുട്ടികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ചടങ്ങിൽ CPI ജില്ലാ കൗൺസിൽ അംഗം KT ഷാജൻ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PK രവീന്ദ്രൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം TP ജോസഫ്, ലോക്കൽ സെക്രട്ടറി രഞ്ജൻ മാത്യു എന്നിവർ സംസാരിച്ചു. ബബിത ഫിലോ, പ്രകാശൻ, PK അശോകൻ, സിദ്ധാർത്ഥൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മഴക്കാലത്തിന്റെ വരവോടെ കേരളത്തിലെ നീർത്തടങ്ങളിൽ പക്ഷികളുടെ ആരവം കൂടി. വിസിൽ പോലുള്ള ശബ്ദത്തോടെ കൂട്ടമായി പറന്നിറങ്ങുന്ന ചെറിയ ചൂളൻ എരണ്ടകൾ നഗരങ്ങളിലെ പാർക്കുകളിലും തടാകങ്ങളിലും ഫാം കുളങ്ങളിലും പാടശേഖരങ്ങളിലുമെല്ലാം നിർഭയമായി വിഹരിക്കുകയാണ്. കേരളത്തിൽ പക്ഷിവേട്ട മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി കുറഞ്ഞതാണ് ഈ പക്ഷികൾക്ക് മനുഷ്യ സാന്നിധ്യത്തിൽ കൂടുതൽ ആത്മവിശ്വാസം പകർന്നത്. തങ്ങളെ ഉപദ്രവിക്കാത്ത മനുഷ്യരെ ഇപ്പോൾ ഇവ ഒരു ഭീഷണിയായി കാണുന്നില്ല. ശാസ്ത്രീയമായി ഹാബിച്വേഷൻ എന്ന് വിളിക്കുന്ന പെരുമാറ്റമാറ്റം മനുഷ്യരുമായി ഇണങ്ങാൻ പക്ഷികൾ പഠിച്ചു തുടങ്ങിയെന്നതിന്റെ തെളിവാണ്. പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലെ ചതുപ്പുകളേക്കാൾ ഇവയ്ക്കിപ്പോൾ നഗരങ്ങളിലെ ജലാശയങ്ങളാണ് സുരക്ഷിതമായി തോന്നുന്നത്. വേട്ടക്കാരുടെ കുറവും സ്ഥിരമായ ജലസാന്നിധ്യവും മനുഷ്യരുടെ സാന്നിധ്യവും കാരണം ഇരപിടിയൻ ജീവികൾ അകന്നു നിൽക്കുന്നതും അവയ്ക്ക് ഇവിടം കൂടുതൽ സുരക്ഷ നൽകുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ആളുകൾ പക്ഷികൾക്ക് നൽകുന്ന ഭക്ഷണവും ഇവയെ മനുഷ്യരിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. അരിയും ധാന്യങ്ങളും മറ്റും നൽകുന്നത് പക്ഷികൾക്ക് ഭക്ഷണ ലഭ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും ബ്രെഡ് പോലുള്ള കൃത്രിമ ഭക്ഷണങ്ങൾ പക്ഷികളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രകൃതിദത്തമായ ചതുപ്പുനിലങ്ങളുടെ ലഭ്യതയിൽ വരുന്ന മാറ്റങ്ങളും പക്ഷികളെ ജനവാസ മേഖലയോട് ചേർന്നുള്ള ജലാശയങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഈ പക്ഷികൾ മനുഷ്യരെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് മനുഷ്യ സാന്നിധ്യം തങ്ങൾക്ക് അപകടകരമല്ലെന്ന് അവ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ അടുപ്പം സാധ്യമായതെന്ന് പക്ഷി നിരീക്ഷകർ പറയുന്നു. ഗുരുവായൂർ നഗരസഭയിൽ നിന്നും വിരമിക്കുന്ന ക്ലീൻ സിറ്റി മാനേജർ KC അശോക്, ജനറൽ വിഭാഗം സൂപ്രണ്ട് AM നൌഷാദ്, അക്കൗണ്ടന്റ് NG രാജേശ്വരി എന്നിവർക്ക് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. ടൗൺഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ V അനൂപ്, ഷാനി റെജി, രതി ജനാർദ്ദനൻ, ബിന്ദു അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
വിളവ് കുറയുന്നതിന്റെ കാരണങ്ങൾ ശാസ്ത്രീയമായി കണ്ടെത്തി പരിഹരിക്കുന്നതിനായി കുന്നംകുളം കൃഷിഭവൻ പരിധിയിലെ ആനയ്ക്കൽ പാടശേഖരത്തിൽ മണ്ണ് പരിശോധനാ ക്യാമ്പയിനും കർഷക പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. കുന്നംകുളം കൃഷിഭവന് കീഴിലുള്ള 6 പാടശേഖരങ്ങളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ വിളവ് ലഭിക്കുന്ന പാടശേഖരമാണ് ആനയ്ക്കൽ. കേരള കാർഷിക സർവകലാശാല, കുന്നംകുളം നഗരസഭ, കൃഷിഭവൻ, ആനയ്ക്കൽ പാടശേഖര സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. കേരള കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്മിത കെ ജോൺ മണ്ണ് സാമ്പിൾ ശേഖരണ രീതികളെക്കുറിച്ച് കർഷകർക്ക് പരിശീലനം നൽകി. കുന്നംകുളം കൃഷിഭവൻ ഓഫീസർ S ജയൻ, വാർഡ് കൗൺസിലർ ശ്രീജ പ്രജി, പാടശേഖര സമിതി സെക്രട്ടറി ഷാജി ദാസ് എന്നിവർ സംസാരിച്ചു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ റിൻഷ ഷെറിനെ കേരള പ്രകൃതി സംരക്ഷണ സംഘം ആദരിച്ചു. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് കോർഡിനേറ്റർ ഷാജി തോമസ് N വൃക്ഷത്തൈ കൈമാറി. തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഡെന്നീസ് മങ്ങാട്, യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റി അംഗം വിഷ്ണു NM എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റും മാധ്യമപ്രവർത്തകനുമായ റഫീഖ് കടവല്ലൂരിന്റെ മകളാണ് റിൻഷ ഷെറിൻ. ബോധിധർമ്മ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കരാട്ടെ സമ്മർ ക്യാമ്പ് 2026ന്റെ സമാപന സമ്മേളനവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളുടെ അനുമോദനവും ശനിയാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് ബോധിധർമ്മ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങ് വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം നിർവഹിക്കും. വാർഡ് മെമ്പർ നിഷ ബിനോജ് അധ്യക്ഷത വഹിക്കും. വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ SHO ജസ്റ്റിൻ PP മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഈ വർഷത്തെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കരാട്ടെ, കായിക വിദ്യാഭ്യാസ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ആദരിക്കും. കരാട്ടെ വിദ്യാർത്ഥികളുടെ പ്രത്യേക പ്രകടനവും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറും. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശമനുസരിച്ച് വെസ്റ്റ് മങ്ങാട് ഗ്രാമീണ വായനശാല വായനക്കളരിയുടെ ഭാഗമായി നാടൻ പാട്ട് ശില്പശാല നടത്തി. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം വിജിത പ്രജി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഡെന്നീസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി PK മോഹൻദാസ്, ലൈബ്രറിയൻ സെൽമ കൊച്ചുമാത്യു, രഘുകൃഷ്ണ, ബാലവേദി പ്രവർത്തകരായ കൃഷ്ണപ്രിയ, സംയുക്ത ബോസ് എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ KU ഹരിദാസ് നേതൃത്വം നൽകി. കവിതാലാപനം, ഗദ്യപാരായണം, കഥാരചന എന്നിവയുണ്ടായി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,450 രൂപ, പവന് 1,15,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 280 രൂപ. ചരമം പാവർട്ടി പനക്കൽ വാസു ഭാര്യ രമണി നിര്യാതയായി 76 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് എളവള്ളി പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടക്കും. സന്ധ്യ ഹരിഹരൻ, സിന്ധു അനിൽകുമാർ എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി മങ്ങാട് മുതുകാട്ടിൽ രവീന്ദ്രൻ ഭാര്യ ശ്രീലത നിര്യാതയായി 65 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് നടക്കും. രഞ്ജിത്ത്, ശ്രീജിത്ത് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ED റെയ്ഡിൽ മൗനം വെടിഞ്ഞ മുഖ്യമന്ത്രി VD സതീശൻ. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണിതെന്നും സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമില്ല. കോടതി അനുവദിച്ച കേസിൽ അന്വേഷണം തടയില്ലെന്നും മുഖ്യമന്ത്രി. UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ. പുതുയുഗ കേരളത്തിനുള്ള പരിശ്രമം നടത്തും. വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസത്തെ ആർത്തവാവധി നൽകും. എല്ലാ ജില്ലകളിലും ആവശ്യത്തിന് +1 സീറ്റ് അനുവദിക്കുമെന്നും ഗവർണറുടെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. ചാവക്കാട് പുത്തൻ കടപ്പുറത്ത് യുവാവിന് മർദ്ദനമേറ്റു. അരയച്ചൻ നിമിലിനാണ് മർദ്ദനമേറ്റത്. വീട്ടിലെ മാലിന്യങ്ങൾ തള്ളുന്നതുമായുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണം. കൊരട്ടിക്കരയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ കൊരട്ടിക്കര ജുമാ മസ്ജിദിന് സമീപത്തായിരുന്നു അപകടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.